ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാർക്കും ശുശ്രൂഷകർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ വിനീതമായ വന്ദനം അറിയിക്കുന്നു. വീണ്ടും അനുഗ്രഹീതമായൊരു ദിവസം കൂടി കർത്താവ് നമുക്ക് ദാനമായി തന്നുവല്ലോ. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനയാണ് നമ്മുടെ ആകെയുള്ള ശക്തി എന്ന് പറയുന്നത്. ദൈവമക്കൾ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുമ്പോൾ അവിടെ കർത്താവിൻ്റെ അത്യന്ത ശക്തി ഇറങ്ങി വരുന്നു. ദൈവത്തിൻ്റെ അത്യന്ത ശക്തി എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ അളവറ്റതായ സ്നേഹം മനുഷ്യ ഹൃദയങ്ങളിലൂടെ ഇങ്ങനെ കടന്ന് പോയി മനുഷ്യ ഹൃദയങ്ങളെ രൂപാന്തരപ്പെടുത്തുന്നു. ആ ദൈവസ്നേഹം ഒരു മനുഷ്യ ഹൃദയത്തിൽ നഷ്ടപ്പെട്ടു പോയാൽ, വറ്റിപ്പോയാൽ, പിന്നെ ആ മനുഷ്യൻ വെറും പച്ച ജഡമാണ്. ആ മനുഷ്യൻ പല വാക്കുകൾ പറഞ്ഞുകൊണ്ടിരിക്കും, പക്ഷേ ദൈവത്തിൻ്റെ സ്നേഹം ഒരിക്കലും ഹൃദയത്തിൽ ഉണ്ടായിരിക്കുകയില്ല. ഓരോരോ സമയത്ത് ആ കൂടിയിരുന്നവരിൽ ആരാണ് പ്രാർത്ഥിച്ചതെന്ന് ഇന്ന് പലപ്പോഴും ഓർക്കുമ്പോൾ ഓർമ്മയിൽ കിട്ടുന്നില്ല. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ടാണ് നാം ഇന്നും പറയുന്നത്, മനുഷ്യർക്ക് പ്രത്യേകിച്ച് യാതൊരു പ്രാധാന്യവുമില്ല. ആകെ പ്രാധാന്യം ഒരാൾക്ക് മാത്രമേ ഉള്ളൂ. അതാർക്കാണ്? നിങ്ങൾ നാവെടുത്ത് ഉറക്കെ പറഞ്ഞുകൊള്ളൂ. പ്രാധാന്യം ഒരാൾക്ക് മാത്രമേ ഉള്ളൂ. അതാരാണ്? കർത്താവായ യേശുക്രിസ്തു അത്രേ. യേശുക്രിസ്തുവിന് മാത്രമേ പ്രാധാന്യമുള്ളൂ. ദൈവത്തിന് സ്തോത്രം. ഇത് ഒരു കൂട്ടായ്മ യോഗമാണ്, ഒരു പ്രാർത്ഥനാ യോഗമാണ്. നാം ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. പറഞ്ഞല്ലോ, ദൈവമക്കൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നാളിതുവരെ കഴിഞ്ഞ അവസരങ്ങളെല്ലാം ഞങ്ങൾ പറഞ്ഞല്ലോ, എണ്ണി പറയാൻ അനേകം പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് കർത്താവ് മറുപടി തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇന്ന് നിങ്ങൾ ഏതെല്ലാം പ്രാർത്ഥനാ വിഷയവുമായിട്ടാണ് ദൈവസന്നിധിയിൽ കടന്നു വന്നിരിക്കുന്നത്? കർത്താവ് തൻ്റെ ജനത്തെ ചിന്നിയവരും ചിതറിയവരുമായി കണ്ടപ്പോൾ കർത്താവിൻ്റെ മനസ്സലിഞ്ഞു. പ്രിയപ്പെട്ടവരെ, മനസ്സലിയുള്ള പിതാവും സർവാശ്വാസവും നൽകുന്ന ദൈവമാണ് എന്നാണ് അപ്പോസ്തലനായ പൗലോസ് യേശുക്രിസ്തുവിന് കൊടുത്തിരിക്കുന്നതായ വിശേഷണം. സർവ്വ ആശ്വാസവും നൽകുന്ന ദൈവം, മാത്രമല്ല മനസ്സലിവുള്ള പിതാവ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് സ്തോത്രം. വേദപുസ്തകത്തിൽ നമ്മുടെ ചിന്താവിഷയം അതല്ല എങ്കിലും ഒന്ന് പറയട്ടെ. യബ്ബേസ് എന്ന് പറയുന്ന ഒരു കഥാപാത്രമുണ്ട്. യബ്ബേസ് ജന്മനാ തന്നെ അവനൊരു വൈകല്യമുള്ളവനായിരുന്നു. യബ്ബേസ് ഇസ്രായേൽ ദൈവമായ യഹോവയോട്, എന്നിട്ട് യബ്ബേസ് കുറേ കാര്യങ്ങൾ ദൈവത്തോട് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് അവസാനം നാം വായിക്കുന്നുണ്ട്, 1 ദിനവൃത്താന്തം 4-ാം അധ്യായത്തിലാണ്, അവൻ അപേക്ഷിച്ചതിനെ ദൈവം അവന് കൊടുത്തു എന്നൊരു വാക്യമുണ്ട്. അവൻ അപേക്ഷിച്ചതിനെ ദൈവം അവന് കൊടുത്തു. അതിൻ്റെ ലിവിങ് ബൈബിൾ ഇങ്ങനെയാണ്, ഗോഡ് ഗ്രാൻറ്റഡ് ഹിസ് റിക്വസ്റ്റ്. അവൻ എന്താണോ അപേക്ഷിച്ചത് അത് ദൈവം അവന് നൽകി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഒരു വലിയ ദുർഘടമായൊരു കാര്യം ഇന്ത്യൻ പ്രസിഡൻറ്റിൻ്റെ അടുക്കൽ കടന്നു ചെന്നു. ആ ഫയൽ പ്രസിഡൻറ്റിന് മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുകയുള്ളൂ. പ്രസിഡൻറ്റ് അതിൽ ഒപ്പിട്ടാൽ ആ കാര്യം ഓക്കെയാണ്, അല്ല ഒപ്പിട്ടില്ലെങ്കിൽ ആ കാര്യം ഒരിക്കലും നടക്കുകയില്ല നിങ്ങൾ വിചാരിക്കൂ. എന്നാൽ ദൈവത്തിന് സ്തോത്രം, ആ ഫയൽ അവിടെ എത്തിയപ്പോൾ ഒരിക്കലും അതിൽ ഒപ്പിടാൻ ഒരു സാധ്യതയുമില്ല. പക്ഷേ എന്തുകൊണ്ടോ പ്രസിഡൻ്റ് ആ ഫയലിലങ്ങ് ഒപ്പിട്ടിട്ട് സീൽ വെച്ചു. ഗ്രാൻഡഡ് എന്നൊരു സീലങ്ങ് വെച്ചു. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഈ രാത്രിയും ഞാനും ദൈവസന്നിധിയിൽ നന്ദിയുള്ളവനായിട്ടാണ് വന്ന് നിൽക്കുന്നത്. വേറെ ഒന്നും കൊണ്ടുമല്ല. ഈ പ്രാർത്ഥനായോഗം തുടങ്ങി പല ദൈവമക്കൾ വരുന്നതെല്ലാം കണ്ടപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞങ്ങളുടെ ഈ ഉള്ളം ആനന്ദിക്കുകയായിരുന്നു. കാരണം ഇന്ന് ദൈവം കണ്ട മക്കളെ എല്ലാം ദൈവം ചേർത്ത് നിർത്തിയിരിക്കുന്നു. ദൈവം തൻ്റെ കൃപകൾ കൊടുത്ത് നിർത്തിയിരിക്കുന്നു. ദൈവം പ്രാർത്ഥനകൾക്ക് മറുപടി കൊടുക്കുന്നു. ഇവിടെ ഇരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ഹൃദയത്തിൽ ഈ ലോകപ്രകാരം ഒരു ചെറിയ കാര്യം ഞാൻ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു എൻ്റെ പ്രിയരെ. എന്നാൽ എൻ്റെ ദൈവത്തിന് സ്തോത്രം, നിത്യനായ ദൈവം യേശുക്രിസ്തു എന്ന സജീവമായ യാഥാർത്ഥ്യം, എൻ്റെ ദൈവത്തിന് സ്തോത്രം, നമ്മുടെ ഹൃദയത്തിൻ്റെ തുടിപ്പുകൾ അറിയുന്ന ഒരു ദൈവം, ദൈവത്തിന് സ്തോത്രം, ഹൃദയത്തിൻ്റെ ആഗ്രഹങ്ങളെ അറിയുന്ന ഒരു ദൈവം. നാം കണ്ണുനീര് വാർക്കുമ്പോൾ നമ്മോട് ചേർന്ന് നിന്ന് നമ്മുടെ കണ്ണുനീര് ഒപ്പിത്തരുന്ന ദൈവം. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ പ്രാർത്ഥിക്കാനുള്ള സമയമാണ്. പുറമേ പ്രാർത്ഥിക്കുകയല്ല, നിങ്ങളെല്ലാവരും
ദൈവത്തോട് ഇപ്പോൾ അപേക്ഷിക്കണം. എൻ്റെ യേശുവേ, അവൻ അപേക്ഷിച്ചതിനെ, യബ്ബേസ് അപേക്ഷിച്ചതിനെ ദൈവമായ യഹോവ അവന് കൊടുത്തു എങ്കിൽ അധരങ്ങളുടെ യാചന നിഷേധിക്കാത്ത ദൈവമുണ്ട് എന്നാണല്ലോ തിരുവചനം പറയുന്നത്. എങ്കിൽ പ്രിയ സഹോദരിമാരെ, നിങ്ങൾ ജോലിക്കിടയിൽ തിരക്കിട്ടവിടെ കടന്നു വന്നു. അല്ല പ്രിയ സഹോദരിമാരെ, നിങ്ങളെ വാഹനം വിട്ട് ദൈവമക്കൾ ഇവിടെ ചുവന്നു കൊണ്ടുവന്ന് ഇവിടെ ഇരുത്തി, സ്നേഹത്തോടെ ഇരുത്തി. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നിങ്ങളെ നിർബന്ധിച്ച് ഇവിടെ കൊണ്ടുവന്നിരുത്തി. ശരിയാണ്. എന്നാൽ ഇപ്പോൾ നാം ഇരിക്കുന്നത് ആ ഗോകുൽത്തായിൽ നിന്ന് സ്വർഗഭണ്ഡാരം തുറന്ന് ഇങ്ങനെ സ്വർണ്ണ നാണയങ്ങൾ താഴേക്ക് വാരിക്കോരി എറിയുന്നത് പോലെ ഈ ലോകത്തിലെ സ്വർണ്ണമല്ല. അപ്പോസ്തലനായ പത്രോസ് പറഞ്ഞു, വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല, ഞങ്ങൾക്കുള്ളത് നിനക്ക് തരുന്നു. നസ്രായനായ യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്ക എന്ന് അന്ന് സുന്ദരം എന്ന ദൈവാലയ ഗോപുരത്തിൻ്റെ വാതിക്കൽ നിന്ന് അപ്പോസ്തലനായ പത്രോസിൻ്റെ നാവിലൂടെ സംസാരിച്ച പരിശുദ്ധാത്മാവിൻ്റെ തീജ്വാലിയുടെ അതേ വാക്കുകൾ യേശുവേ നിസാരരായ അടിയങ്ങളുടെ നാവിൽ യേശുവിൻ്റെ രക്തം തൊടുവിച്ചിട്ട്, എൻ്റെ യേശുവേ, അതേ വചനം ഞങ്ങൾ ഏറ്റുപറയുന്നു. വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല. പ്രിയരെ, നിങ്ങൾക്ക് പറഞ്ഞു തരാൻ മോഹന വാഗ്ദാനങ്ങളില്ല. പക്ഷെ ഒരു കാര്യം ഞങ്ങൾക്ക് ഉറപ്പാണ്, വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായൊരു ദൈവമുണ്ട്. ഉള്ളുരുകി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയെ കടന്നു പോകാത്തൊരു യേശുവുണ്ട്. പോകല്ലേ, എന്നെ കടന്നു പോകല്ലേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ അരികിൽ വന്ന് നിൽക്കുന്ന ഒരു ദൈവമുണ്ട്. എൻ്റെ കുറവുകളെ ചൂണ്ടിക്കാണിച്ചു തരുന്ന ഒരു ദൈവമുണ്ട്. തിരുത്താനുള്ളത് പറഞ്ഞു തരുന്ന ഒരു ദൈവമുണ്ട്. എൻ്റെ ആവശ്യങ്ങളിൽ കരം വയ്ക്കുന്ന ഒരു ദൈവമുണ്ട്. ഗർഭപാത്രത്തിൽ കരം വയ്ക്കുന്ന ഒരു ദൈവമുണ്ട്. ജപ്തി നോട്ടീസിൽ കരം വയ്ക്കുന്ന ഒരു ദൈവമുണ്ട്. ഹൃദയത്തിൻ്റെ ബ്ലോക്കിൽ കരം വയ്ക്കുന്ന ഒരു ദൈവമുണ്ട്. തലമുറകളായുള്ള ശാപങ്ങളുടെ മേൽ കരം വയ്ക്കുന്ന ഒരു ദൈവമുണ്ട്. അത് അശുദ്ധിയുടെ ബന്ധനമായിരിക്കാം, മാനസിക രോഗങ്ങളുടെ ബന്ധനമായിരിക്കാം, അല്ല പ്രിയരെ, കോപത്തിൻ്റെ ബന്ധനമായിരിക്കാം, പകയുടെ ബന്ധനമായിരിക്കാം, അമിതമായ ഭക്ഷണാർത്ഥിയുടെ ബന്ധനമായിരിക്കാം, കക്ഷിഭ്രാന്തിൻ്റെ ബന്ധനമായിരിക്കാം, സ്വന്തം ഭാര്യയിൽ തൃപ്തിയില്ലാത്തതിൻ്റെ ബന്ധനമായിരിക്കാം, സ്വന്തം ഭർത്താവിൽ തൃപ്തിയില്ലാത്തതിൻ്റെ ബന്ധനമായിരിക്കാം. അല്ല പ്രിയ മകനെ, നാളുകളായിട്ടും നിന്നിൽ നിന്ന് മാറാത്ത ചില ബന്ധനങ്ങളായിരിക്കാം. എന്നാൽ ആ ബന്ധനങ്ങൾ അഴിക്കുന്ന ക്രിസ്തു നമ്മുടെ അരികിലുണ്ട്. മതി, നമുക്കത് മതി. യേശുവേ, ചങ്ങലകൾ കിലുങ്ങുന്ന, ചങ്ങലകൾ പൊട്ടുന്ന അന്ന് അപ്പോസ്തലനായ പൗലോസും ശീലാസും കാരാഗ്രഹത്തിൽ ആരാധിച്ചപ്പോൾ ആരാധനയിൽ ഇറങ്ങി വന്ന സ്വർഗത്തിലെത്തി. എൻ്റെ യേശുവേ, ഇപ്പോൾ ഈ ദാനിയേൽ തലയിലേക്ക് പകരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രിയ മക്കളെ, പ്രിയ സഹോദരരെ, നിങ്ങൾ പ്രാർത്ഥിക്കൂ. ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ മക്കൾ ദൂരെയാണ്, അവർ വചനത്തിലേക്ക് ഇപ്പോൾ വരുന്നില്ല, അവർ ചില ബന്ധനങ്ങളിൽ കിടക്കുകയാണ്. ഇവിടെ ഇരിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർ ഹൃദയം കൊണ്ട് ഒരു മനസ്സോടെ പ്രാർത്ഥിക്കൂ. ദൈവദാസന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കൂ. ദൈവദാസന്മാര് ദൈവജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കൂ. അപ്പോൾ ബന്ധനങ്ങൾ അഴിയും. ദൈവത്തിൻ്റെ സ്തോത്രം. അതാണ് നാം ഇനി പാടാൻ പോകുന്നത്. ബന്ധനമഴിയും, കെട്ടുകളഴിയും, ആരാധനയെങ്കിൽ. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ ആരാധനയെങ്കിൽ ബന്ധനങ്ങൾ അഴിയും, കെട്ടുകൾ അഴിയും, രോഗങ്ങൾ മാറും, ക്ഷീണങ്ങൾ മാറും. ദൈവത്തിന് സ്തോത്രം. പ്രിയ മകളെ, നിനക്കൊരു പ്രാർത്ഥിക്കാൻ പ്രാഗൽഭ്യമില്ലല്ലോ, ഒന്ന് സാക്ഷ്യം പറയാൻ പ്രാഗൽഭ്യമില്ലല്ലോ. പ്രിയ സഹോദര, തീരുമാനമെല്ലാം പാളിപ്പോയിട്ടാണല്ലോ വന്നിരിക്കുന്നത്. എന്നാൽ ക്ഷീണങ്ങൾ മാറ്റുന്ന യേശു വന്നിട്ടുണ്ട്, രോഗം മാറ്റുന്ന യേശു വന്നിട്ടുണ്ട്, ബന്ധനം അഴിക്കുന്ന യേശു വന്നിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ പറയാറില്ലേ, നായർ കുടുംബത്തിൽ ജനിച്ച എൻ്റെ 22ാമത്തെ വയസ്സിൽ എൻ്റെ ഈ രക്തഘടനയിലേക്ക് യേശു ക്രിസ്തു ഒരു തുള്ളി രക്തം പകർന്നു തന്നു. ദൈവത്തിന് സ്തോത്രം. ആ തിരുരക്തത്തിൻ്റെ ആ തണുപ്പ് ഇപ്പോഴും ഞാൻ എൻ്റെ ഈ കൊച്ചു ഹൃദയത്തിൽ അനുഭവിക്കുന്നു. പ്രിയപ്പെട്ടവരെ, എവിടെ ഇരിക്കുന്ന എത്രയോ പേരാണത് അനുഭവിക്കുന്നത്. യേശു ക്രിസ്തുവിൻ്റെ ഒരു തുള്ളി രക്തം വന്ന് വീണപ്പോൾ ഇതാ നാവിൻ്റെ ബന്ധനം അഴിഞ്ഞവര്, ഭ്രാന്തിൻ്റെ ബന്ധനം അഴിഞ്ഞവര്, രോഗത്തിൻ്റെ ബന്ധനം അഴിഞ്ഞവരല്ലേ ഈ വാക്കുകളെ കേൾക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അവരൊരുമിച്ച് ആരാധിക്കട്ടെ. അപ്പോൾ ആരാധനയെങ്കിൽ ബന്ധനമഴിയും. ഇന്ന് വന്നിരിക്കുന്ന ജനത്തിൻ്റെ ബന്ധനമഴിയും. അവര് സ്വതന്ത്രരായി പോകുന്ന അനുഗ്രഹീതമായ ദിവസം. ചേർന്ന് പാടാം, കരങ്ങളടിച്ച് പാടാം. ബന്ധനമഴിയും, കെട്ടുകളഴിയും, ആരാധനയെങ്കിൽ ബാധകളഴിയും, കോട്ടകൾ തകരും. ആരാധനയെങ്കിൽ ബന്ധനമഴിയും, കെട്ടുകളഴിയും. ആരാധനയെങ്കിൽ ബാധകളഴിയും, കോട്ടകൾ തകരും. ആരാധനയെങ്കിൽ രോഗം മാറും, ക്ഷീണം മാറും. ആരാധനയെങ്കിൽ മൺകുടമുടയും, തീ കത്തിയിടും. ആരാധനയെങ്കിൽ
ദൈവത്തിന് സ്തോത്രം. വിശ്വസിക്കുന്നവരെ കരം ഉയർത്തിക്കൊണ്ടെന്ന് പാടൂ. ബന്ധനമഴിയും കെട്ടുകളഴിയും ആരാധനയെങ്കൽ, ബാധകളൊഴിയും കോട്ടകൾ തകരും ആരാധനയെങ്കൽ. ബന്ധനമഴിയും കെട്ടുകളഴിയും ആരാധനയെങ്കൽ, ബാധകളൊഴിയും കോട്ടകൾ തകരും ആരാധനയെങ്കൽ. കൈയടിച്ചു പാടൂ. രോഗം മാറും ക്ഷീണം മാറും ആരാധനയെങ്കൽ, മൺകുടമുടയും തീ കത്തിയിടും ആരാധനയെങ്കൽ. രോഗം മാറും ക്ഷീണം മാറും ആരാധനയെങ്കൽ. മൺകുടമുടയും തീ കത്തിയിടും ആരാധനയെങ്കൽ. ദൈവത്തിന് സ്തോത്രം. നമുക്ക് അത് മാത്രം മതി, ആകപ്പാട് അത് മാത്രം മതി. എൻ്റെ യേശുവേ, എൻ്റെ ഹൃദയത്തിൽ എല്ലാ ബന്ധനങ്ങളും ഒഴിഞ്ഞ് എൻ്റെ യേശുവിനെ സ്തുതിക്കുന്ന ഭാഗ്യകരമായ അനുഭവത്തിൽ എനിക്ക് എന്നും നിൽക്കണം. നമ്മുടെ ചിന്താവിഷയത്തിലേക്ക് അല്പസമയത്തേക്ക് വരികയാണ്. യാക്കോബിനെ കുറിച്ചാണ് നാം ചിന്തിച്ചു വരുന്നത്. യാക്കോബ് നമുക്ക് സമസ്വഭാവമുള്ളൊരു മനുഷ്യനായിരുന്നു. തിരുവചനത്തിലെ വാക്യം, ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു എന്നാണ്. എന്നാൽ ഏലിയാവ് എത്രയോ അനുഗ്രഹീതനായൊരു പ്രവാചക ശ്രേഷ്ഠനായിരുന്നു. യാക്കോബോ നമ്മെപ്പോലെ ഒരു സാധാരണ മനുഷ്യൻ. എന്നാൽ യാക്കോബ് തൻ്റെ ജീവിതത്തിലെ ഒരു സമയത്ത് അമ്മായിയപ്പൻ്റെ വീട്ടിൽ വന്നു. അമ്മായിയപ്പൻ്റെ വീട്ടിൽ വന്നപ്പോൾ യാക്കോബിന് വിവാഹം നടന്നു. യാക്കോബിന് അന്ന് 11 മക്കളുണ്ടായി. പ്രിയപ്പെട്ടവരെ, ബെന്യാമീൻ ജനിച്ചില്ല. 11 മക്കളുണ്ടായി. മാത്രമല്ല, സ്വന്തം വീട്ടിൽ നിന്ന് ഒരു പൊതിച്ചോറുമായി, ഒരു നേരത്തെ വഴിയാഹാരവുമായി അമ്മ റിബേക്ക പറഞ്ഞു വിട്ടതാണ്. എന്നാൽ നാം തിരുവചനത്തിൽ കാണുന്നു, യാക്കോബ് ബഹുസമ്പന്നനായി മാറി. ആടുമാടുകൾ എത്രയാണ്, അല്ല ദാസീദാസന്മാർ എത്രയാണ്, സമ്പത്ത് എത്രമാത്രമാണ്. നല്ല ലോകപ്രകാരം ബഹുസമ്പന്നനായ യാക്കോബ് തൻ്റെ അമ്മായിയപ്പനോട് ഒരു ദിവസം പറഞ്ഞു, ഞാൻ ഇവിടെ വന്ന കാലം മുതൽ ദൈവം നിന്നെ അനുഗ്രഹിച്ചില്ലേ? ഞാൻ കാൽ വെച്ചിടത്തെല്ലാം ദൈവം നിന്നെ അനുഗ്രഹിച്ചില്ലേ എന്ന് യാക്കോബ് പറയുന്ന ഒരു വാക്യമുണ്ട്. ഉൽപ്പത്തി പുസ്തകം 30-ാം അധ്യായം 30-ാം വാക്യം നമുക്കൊന്ന് വായിച്ച് കേൾക്കാം. ഞാൻ വന്നപ്പോൾ മുതൽ ദൈവം നിന്നെ അനുഗ്രഹിച്ചില്ലേ? ഞാൻ കാല് ചവിട്ടിയപ്പോൾ നിന്റെ ഭവനത്തെ ദൈവം അനുഗ്രഹിച്ചില്ലേ? പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം പറയുമ്പോൾ നാമും ആഗ്രഹിക്കണം. ദൈവത്തിന് സ്തോത്രം. പണ്ടുകാലത്ത് അനുഗ്രഹീതനായ ദേവദാസൻ പറഞ്ഞു തന്നിട്ടുള്ളത് തന്നെയാണ് ഞാനും വീണ്ടും പറയുന്നത്. നാം പ്രാർത്ഥിക്കണം, കർത്താവേ, ഞാനൊരു ജോലി സ്ഥാപനത്തിൽ ജോലി ചെയ്യുമ്പോൾ ആ ജോലി സ്ഥാപനം ഞാൻ മൂലം അനുഗ്രഹിക്കപ്പെടണം. ഞാനൊരു ഡിപ്പാർട്ട്മെൻറ്റിൽ ഉണ്ട് എന്നുള്ള ഒറ്റ കാരണത്താൽ ആ ഡിപ്പാർട്ട്മെൻറ്റ് അനുഗ്രഹിക്കപ്പെടണം. കർത്താവേ, ഞാൻ വിവാഹം കഴിച്ച് ഒരു ഭവനത്തിൽ കാലുകുത്തി എന്നുള്ള ഒറ്റ കാരണത്താൽ കർത്താവേ, ആ കുടുംബം അനുഗ്രഹിക്കപ്പെടണം. അത് നിങ്ങളുടെ ഭാര്യാഗ്രഹമായിരിക്കും, ഭർത്താവിൻ്റെ ഗ്രഹമായിരിക്കാം. ദൈവത്തിന് സ്തോത്രം. ഇതൊന്നും ചെറുതായി നാം കാണരുത്. നാം എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത്? നാം എന്തിനാണ് കൂട്ടായ്മയിൽ വരുന്നത്? എൻ്റെ പ്രിയപ്പെട്ടവരെ, ലോകത്തുള്ള 800 കോടി ജനങ്ങൾ ജീവിക്കുന്നത് പോലെ ജീവിക്കാനല്ല. ഈ കേരളക്കരയിൽ ഞാൻ ഓർത്തഡോക്സ് സഭാംഗമാണ്. മർത്തോമാ സഭയിലുള്ളവരും CSI സഭയിലുള്ളവരും റോമൻ കത്തോലിക്ക സഭയിലുള്ള അനേകം ദൈവമക്കൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. എന്നാൽ അതിൽ നിന്നെല്ലാം വിളിച്ച് വേർതിരിച്ച് വിരലിലെണ്ണാകുന്നെന്ന് പറയത്തക്കവണ്ണം ഏതാനും പേരും മാത്രം എന്തിനാണ് ദൈവം വിളിച്ച് വേർതിരിച്ചത്? പ്രിയപ്പെട്ടവരെ, അന്ന് 2000 കൊല്ലം മുമ്പ് വെറും 12 പേരെ കർത്താവ് വിളിച്ച് വേർതിരിച്ചു. മീനുടുമ്പ് നാറുന്ന മുക്കുവന്മാരെന്ന് നാം നല്ല ഭാഷയിൽ പറയാറുണ്ട്. എന്നാൽ ആ 12 പേര് മതിയായിരുന്നു ഈ ഭൂലോകത്തെ കീഴ്മേൽ മറിക്കാൻ. ഒരു അപ്പോസ്തലനായ പൗലോസ് മതിയായിരുന്നു അന്ന് യൂറോപ്പിനെ കീഴ്മേൽ മറിക്കാൻ. അതിന് കർത്താവ് ഉപയോഗിച്ചത് ലുദിയ എന്ന് പറയുന്ന ഒരു സ്ത്രീയെയാണ്. ദൈവത്തിന് സ്തോത്രം. അരാൻ രാജാവിൻ്റെ കൊട്ടാരത്തിൽ ഒരു വേലക്കാരി പെൺകുട്ടി ഉണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, ആ വേലക്കാരി പെൺകുട്ടിയിൽ നിന്നുകൊണ്ട് ആ രാജകൊട്ടാരത്തെ ദൈവം അനുഗ്രഹിച്ചു. എന്നാൽ ദൈവത്തിന് സ്തോത്രം, ഇപ്പോൾ ഞാൻ ദൈവമുഖത്തേക്ക് നോക്കട്ടെ. കർത്താവേ, എനിക്ക് വയസ്സ് 54 മാനസാന്തരപ്പെട്ടിട്ട് 32 കൊല്ലമായി. എൻ്റെ യേശുവേ, ഞാൻ കാൽ വച്ച് എവിടെയെല്ലാം ദൈവം അവരെ അനുഗ്രഹിച്ചു എന്ന് പറയാൻ തക്കവണ്ണം എൻ്റെ ജീവിതത്തിൽ വിശുദ്ധിയുടെ തിളക്കം, കർത്താവേ, ദൈവസ്നേഹത്തിൻ്റെ തിളക്കം, കർത്താവേ, നാവെടുത്താൽ യേശുവിൻ്റെ സ്നേഹത്തെയും കുറിച്ച് മാത്രമല്ലാതെ വേറെ ഒന്നും പറയാത്തവനായി നിൽക്കുവാൻ എന്നെ കൊണ്ട് കഴിഞ്ഞുവോ എന്ന് ഞാനും ചിന്തിക്കുമ്പോൾ തല താഴ്ത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, ലജ്ജയോടെ നിൽക്കുകയാണ്. എന്നാൽ തളരാനല്ല, എന്നാൽ ക്ഷീണിക്കാനല്ല, എന്നാൽ പുറകോട്ട് മാറാനല്ല. ദൈവത്തിന് സ്തോത്രം. ഇന്നും ഇത് കൃപയുടെ ദിവസമാണ്. ഒരു തീരുമാനം പറഞ്ഞാൽ അവിടെ
നിന്നുകൊണ്ട് കർത്താവിന് അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ ആണ്ടുകളൊന്നും വേണ്ട പ്രിയപ്പെട്ടവരെ, മണിക്കൂറുകൾ മതി. നിത്യനായ ദൈവത്തിൻ്റെ സ്നേഹം വന്നാൽ അത്ഭുതങ്ങൾ നടക്കും. യാക്കോബ് ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് യാക്കോബ് ഇരുന്ന് കരയുകയാണ്. അതാണ് ആ വാക്യം, 30-ാം അധ്യായം 30-ാം വാക്യം നമുക്കൊന്ന് വായിച്ച് കേൾക്കാം. ഞാൻ വരും മുമ്പേ നിനക്ക് അല്പമേ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ അത് അത്യന്തം വർദ്ധിച്ചിരിക്കുന്നു. ഞാൻ വരും മുമ്പേ, യാക്കോബ് വരും മുമ്പേ ലാബാനെ അമ്മായിയപ്പനോട് പറയുകയാണ്, നിനക്ക് അല്പമേ ഉണ്ടായിരുന്നു, എന്നാൽ ഇപ്പോൾ അത് നല്ലതുപോലെ വർദ്ധിച്ചിരിക്കുന്നു. ഞാൻ കാൽ വെച്ചിടത്തൊക്കെയും യഹോവ നിന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു. ഞാൻ കാൽ വെച്ചിടത്തൊക്കെയും യഹോവ നിന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു. പണ്ട് യോശുവയോട് മോശയുടെ നാവിലൂടെ നിത്യനായ ദൈവം പറഞ്ഞു, നീ കാൽ വയ്ക്കുന്ന ദേശമൊക്കെ ഞാൻ നിനക്ക് അനുഗ്രഹം അവകാശമായി തരുമെന്ന്. ഞാൻ കാൽ വെച്ചിടത്തൊക്കെയും ദൈവം നിന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു. ഇനി എൻ്റെ സ്വന്തം ഭവനത്തിന് വേണ്ടി ഞാൻ എപ്പോൾ കരുതുമെന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ഇനി എൻ്റെ സ്വന്തം ഭവനത്തിന് വേണ്ടി ഞാൻ ഇനി എപ്പോൾ കരുതുമെന്ന് പറഞ്ഞ് യാക്കോബിരുന്ന് കരഞ്ഞ് പറയുന്ന വാക്കുകളാണ്. ഇനി എൻ്റെ സ്വന്തം ഭവനത്തിന് വേണ്ടി ഞാൻ എപ്പോൾ കരുതുമെന്ന്. നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾ ആരുടെയെങ്കിലും ഉള്ളിൽ നഷ്ടപ്പെട്ടതിനെ ഓർത്ത് ഒരു കരച്ചിൽ നിൽക്കുന്നുണ്ടോ? പണ്ട് മൈ കൺഫെഷൻ എന്ന് പറയുന്ന പുസ്തകത്തിൽ, എൻ്റെ കുറ്റസമ്മതം എന്ന് പറയുന്ന പുസ്തകത്തിൽ സെയിൻറ്റ് അഗസ്റ്റിനോസ് പുണ്യാളൻ ഇപ്രകാരം എഴുതി, അവർ സോൾ വിൽ നോട്ട് ഗെറ്റ് റെസ്റ്റ് അൺടിൽ അവർ സോൾ റെസ്റ്റ് ഇൻ ദീ. കർത്താവേ, ഞങ്ങളുടെ ആത്മാവ് നിൻ്റെ ആത്മാവിനോട് ചേരും വരെ, എൻ്റെ ആത്മാവ് നിൻ്റെ ആത്മാവിനോട് ചേരും വരെ. ദൈവത്തിന് സ്തോത്രം. 42-ാം സങ്കീർത്തനവും 43-ാം സങ്കീർത്തനമൊക്കെ നിങ്ങൾ വായിക്കേണ്ടതാണ്. മാൻ നീർത്തോടിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ ദൈവമേ, എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാംക്ഷിക്കുന്നു. ഏത് മനുഷ്യൻ്റെ ഉള്ളിലുണ്ട് ദൈവസ്നേഹവുമായി ഒന്ന് കൂട്ടിമുട്ടാനുള്ള ആഗ്രഹം? എൻ്റെ പ്രിയപ്പെട്ടവരെ, അതെന്നാണ് നടക്കുന്നത് നമുക്കറിഞ്ഞുകൂടാ. പക്ഷേ ദൈവവചനത്തിന് മുമ്പാകെ വരുമ്പോൾ നിത്യനായ ദൈവത്തിൻ്റെ സ്നേഹം ആ മനുഷ്യനെ കടന്നു പിടിക്കുന്നു. നിങ്ങളെ ഓരോരുത്തരെ ഓരോരോ കാലങ്ങളിൽ കടന്നു പിടിച്ചില്ലേ? എന്നാൽ ആ ദൈവസ്നേഹം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ? മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ ദൈവമേ, എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാംക്ഷിക്കുന്നു. സംഗീതക്കാരൻ 42-ാം സങ്കീർത്തനത്തിലും 43-ാം സങ്കീർത്തനത്തിലും അവസാനം ഏറ്റുപറയുന്ന 3 പ്രാവശ്യം പറയുന്നുണ്ട്, എൻ്റെ ആത്മാവേ നീ വിഷാദിച്ച് ഉള്ളിൽ ഞരങ്ങുന്നതെന്ത്? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക, അവൻ നിൻ്റെ മുഖപ്രകാശക രക്ഷയും എൻ്റെ ദൈവമാകുന്നു എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കും. പ്രിയപ്പെട്ടവരെ, ഒരു സമയത്ത് ജീവിതത്തിൽ നല്ലതുപോലൊരു സങ്കടം വന്ന ഒരു ദിവസം ഞാൻ വീടിൻ്റെ പ്രാർത്ഥനാമുറിയുടെ വാതിലടച്ചു, പ്രാർത്ഥനാമുറിയുടെ ജനലിൻ്റെ വാതിലടച്ചു. എന്നിട്ട് ഈ 43-ാം സങ്കീർത്തനം ഉറക്കിയിരുന്ന് വായിക്കാൻ തുടങ്ങി. ദൈവമേ, എൻ്റെ ആത്മാവേ നീ വിഷാദിച്ചുള്ളിൽ ഞരങ്ങുന്നത് എന്ത്? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക, അവൻ നിൻ്റെ മുഖപ്രകാശക രക്ഷയും എൻ്റെ ദൈവമാകുന്നു എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കും. ഒരിക്കൽ നിനക്ക് സ്തുതി ഉണ്ടായിരുന്നു, ഒരിക്കൽ നിനക്ക് സന്തോഷമുണ്ടായിരുന്നു, ഒരിക്കൽ നിനക്ക് ആനന്ദമുണ്ടായിരുന്നു. യാക്കോബേ, അന്ന് ബേർശേബ മരുഭൂമിയിൽ ആരോരുമില്ലാതെ കിടന്ന് പൊട്ടിക്കരഞ്ഞവനാണ് ഈ യാക്കോബ്. യാക്കോബിൻ്റെ ജീവിതം നമുക്ക് ഇനി ഒത്തിരി പഠിക്കാനുണ്ട്. അതിലെല്ലാം യാക്കോബ് ബേർശേബ മരുഭൂമിയിൽ കിടന്ന് കരഞ്ഞു. ഇപ്പോൾ ഇവിടെ അമ്മായിയപ്പൻ്റെ വീട്ടിൽ നിന്ന് കരയുന്നു. ഇനി യാബോക്ക് കടവിൽ കിടന്ന് കരയുന്നുണ്ട്. മാത്രമോ, അവസാനം യാക്കോബ് മരണക്കിടക്കയിൽ കിടക്കുമ്പോൾ പോലുമുണ്ട് ചില സ്വകാര്യ സങ്കടങ്ങൾ യാക്കോബിൻ്റെ ഉള്ളിലിങ്ങനെ വിങ്ങി വിങ്ങി നിൽക്കുന്നു. പണ്ട് പാട്ടുകാരൻ പാടിയതുപോലെ, സങ്കടം മാത്രം ഈ ലോക സമ്പാദ്യം. പ്രിയരെ, സങ്കടം മാത്രമാണ് ഈ ലോക സമ്പാദ്യം. പക്ഷേ ഈ സങ്കടക്കടലിൻ്റെ മധ്യത്തിൽ അന്ന് ഗലീല കടലിലെ തിരമാലകളെ ചവിട്ടി മതിച്ചു വന്ന അതേ ക്രിസ്തു നമ്മുടെ ഈ സങ്കട ഹൃദയത്തെ അങ്ങ് പൊതിഞ്ഞ് പിടിച്ച് നമ്മെ അവസാനത്തോളം നടത്തും. അതുപോലെ നമുക്ക്. ദൈവത്തിന് സ്തോത്രം. അവസാന സമയം വരെയും യേശുക്രിസ്തുവിൻ്റെ കരം നമ്മുടെ കൂടെ ഇരിക്കും. യാക്കോബ് ഇരുന്ന് പൊട്ടിക്കരയുകയാണ്, എൻ്റെ കർത്താവേ, എൻ്റെ സ്വന്തം ഭവനത്തിന് വേണ്ടി, എൻ്റെ മക്കൾക്ക് വേണ്ടി സ്വത്ത് വേണമെങ്കിലുണ്ട്. 10 തലമുറക്കുള്ള സ്വത്ത് എന്നെല്ലാം പറയില്ലേ, സ്വത്തുണ്ട്, അനുസരിക്കാൻ ദാസീദാസന്മാരുണ്ട്, എല്ലാം നടന്നു. പക്ഷേ എൻ്റെ സ്വന്തം ഭവനമാകുന്ന കർത്താവ് എനിക്കൊരുക്കിയിരിക്കുന്ന സ്വന്തം ഭവനത്തിലേക്ക് പോകുവാൻ എൻ്റെ കയ്യിൽ ഒന്നുമില്ല എന്നുള്ള പരമമായ യാഥാർത്ഥ്യം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഈ കൂട്ടായ്മയിൽ വന്ന് വചനം കേൾക്കുമ്പോഴല്ലേ ശരിക്കൊരു വെളിവ് കിട്ടിയത്? എൻ്റെ കർത്താവിന് സ്തോത്രം. അവർ അബ്രഹാമിൻ്റെ, ഇസ്ഹാക്കിൻ്റെ, യാക്കോബിൻ്റെയും മടിയിൽ പാർക്കണമേ പാർപ്പിക്കണമേ നാം പാടിയിട്ടുള്ളവരാണ് നമ്മുടെ പള്ളിയിൽ. നാം വിശുദ്ധ മാതാവും വിശുദ്ധ മറിയാമും വിശുദ്ധന്മാരെല്ലായിരിക്കും ദൈവരായത്തിൽ നാമും പോകും. ഞാൻ അനുകുമ്പസാരിക്കുന്നുണ്ടല്ലോ.
കുർബാന കൈക്കൊള്ളുന്നുണ്ടല്ലോ, പള്ളിക്ക് വേണ്ടതെല്ലാം കൊടുക്കുന്നുണ്ടല്ലോ, പിന്നെ വലിയ വലിയ പാപങ്ങളൊന്നും ഞാൻ ചെയ്യുന്നില്ലല്ലോ എന്നുള്ള ചില ധാരണയിലൊക്കെ വന്ന് ഇരുന്നവരല്ലേ നിങ്ങൾ അനേകർ. എന്നാൽ ഇവിടെ വന്ന് ഇരുന്ന് കഴിഞ്ഞപ്പോൾ വാസ്തവത്തിൽ നിങ്ങളുടെ ഹൃദയത്തിലെ ഒരു സ്വസ്ഥത പോയില്ലേ? എന്തുകൊണ്ടാണ്? കർത്താവേ, ഇങ്ങനെ ജീവിച്ചാൽ പോരല്ലോ എന്ന്. ദൈവത്തിന് സ്തോത്രം. അവർക്ക് വചനം കേൾക്കുമ്പോൾ ഒരു വലിയൊരു ശല്യം എന്ന് വെച്ചാൽ ഹൃദയം ഇങ്ങനെ കീറി പിളർക്കുന്നത് പോലെയാണ്. പണ്ട് ഫേലിക്സ് രാജാവ് അപ്പോസ്തലനായ പൗലോസിനെ വിളിപ്പിച്ചു. ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 24-ാം അധ്യായം ഒന്ന് വായിക്കാം, 25. അവിടെ അപ്പോസ്തലനായ പൗലോസ് ദൈവവചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴുണ്ട് വാളുകൊണ്ട് വെട്ടുന്നത് പോലെയാണ്. ഹൃദയം ഇങ്ങനെ പിളർക്കുകയാണ്. ദൈവവാക്യമേ എന്നെ നവ്യമാക്കണേ, ദൈവവാക്യമേ എന്നെ നവ്യമാക്കണേ. വാളുകൊണ്ടു വെട്ടും പോലെ ചങ്കിൽ വെട്ടണേ, വാളുകൊണ്ടു വെട്ടും പോലെ ചങ്കിൽ വെട്ടണേ. 24 മുതൽ. കുറെ നാൾ കഴിഞ്ഞിട്ട് ഫേലിക്സ് യഹൂദാശ്രീയായ തന്റെ ഭാര്യ ദ്രുസില്ലയുമായി വന്നു പൗലോസിനെ വരുത്തി ക്രിസ്തുയേശുവിലുള്ള വിശ്വാസത്തെക്കുറിച്ച് അവന്റെ പ്രസംഗം കേട്ടു. അപ്പോസ്തലനായ പൗലോസ് ക്രിസ്തുയേശുവിലുള്ള വിശ്വാസത്തെക്കുറിച്ച് പ്രസംഗിക്കുകയാണ്. ക്രിസ്തുവിലുള്ള വിശ്വാസം ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു എൻ്റെ സുവിശേഷം. ക്രിസ്തുവിലുള്ള വിശ്വാസം മറ്റൊരുത്തനും രക്ഷയില്ല, ആകാശത്തിനും കീഴിൽ രക്ഷിക്കപ്പെടുവാൻ വേറൊരു നാമവുമില്ല. ഇങ്ങനെ വളരെ ശക്തമായ ഭാഷയിൽ നിങ്ങൾ യേശുവിലേക്ക് നോക്കൂ. നിങ്ങൾ വിഗ്രഹങ്ങളിലേക്കല്ല നോക്കേണ്ടത്, നിങ്ങൾ പിതാക്കന്മാരിലേക്കല്ല നോക്കേണ്ടത്, നിങ്ങൾ മോശയിലേക്കല്ല നോക്കേണ്ടത്. നാം എന്ന് പറയുമ്പോൾ പത്രോസ് പൗലോസ് ശ്ലീഹന്മാരിലേക്കല്ല നോക്കേണ്ടത് എന്ന് പറയുമ്പോൾ അവരെ വില കുറച്ച് കാണുകയല്ല. പ്രിയപ്പെട്ടവരെ, പത്രോസ് ശ്ലീഹായും പൗലോസ് ശ്ലീഹായും പറ്റി ഓർക്കുമ്പോൾ നമ്മുടെ ഉള്ളം ആദരവ് കൊണ്ട് നിറയും. വിശുദ്ധ മാതാവിനെ കുറിച്ച് ഓർക്കുമ്പോൾ നമ്മുടെ ഉള്ളം ആദരവ് കൊണ്ട് നിറയും. പക്ഷേ അവരിലേക്കല്ല നോക്കേണ്ടത്. ക്രിസ്തുവിലുള്ള വിശ്വാസം വിശ്വസിക്കുന്നവർക്ക് അവൻ പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു എന്നെല്ലാം പൗലോസ് ശ്ലീഹ ഇങ്ങനെ തിരുവചനമെടുത്ത് പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ കേൾക്കാൻ നല്ല രസം തോന്നി. പെട്ടെന്ന് പരിശുദ്ധാത്മാവിൻ്റെ ഭാവം മാറി. കാരണം പരിശുദ്ധാത്മാവിന് എന്നൊരു ഭാവമേ ഉള്ളൂ. പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് വരാൻ തുടങ്ങി. അടുത്ത വാക്യം, എന്നാൽ അവൻ പൗലോസ് ശ്ലീഹ നീതി, ഇന്ദ്രിയ ജയം, വരുവാനുള്ള ന്യായവിധി എന്നിവയെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഫെലിക്സ് ഭയപരവശനായി. ദൈവത്തിന് സ്തോത്രം. പരിശുദ്ധാത്മാവ് വരുമ്പോൾ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അന്ന് ഏത് പരിശുദ്ധാത്മാവ് വ്യാപരിച്ചുവോ അതേ പരിശുദ്ധാത്മാവ് കൃപയാൽ തലമുറകളെ താണ്ടി ദൈവത്തിൻ്റെ അനന്ത കൃപയാൽ ഒരു കാലത്ത് നാം അനുഭവിച്ച ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്, ഹൃദയങ്ങളെ ഹേമിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവ്, ആ പരിശുദ്ധാത്മാവിൻ്റെ വചനം കേട്ടപ്പോഴാണ് ഞാൻ മോഷ്ടിച്ചതായ സ്വർണ്ണമാല എൻ്റെ മനസ്സിൽ എനിക്ക് ഓർമ്മ വന്നത്. ഞാൻ മോഷ്ടിച്ച സ്വർണ്ണവള എനിക്ക് ഓർമ്മ വന്നത്. ഞാൻ ക്ലാസ്സിൽ കരയിപ്പിച്ചു വിട്ട ഷീല ടീച്ചറിൻ്റെ പേര് എനിക്ക് ഓർമ്മ വന്നത്. എൻ്റെ NSS സ്കൂളിലെ ഹെഡ് മാസ്റ്ററായിരുന്ന ശിവശങ്കരൻ സാറ്, അദ്ദേഹം നല്ലതുപോലെ തൊലി കറുത്തിട്ടൊരു മനുഷ്യനായിരുന്നു. അദ്ദേഹത്തെ ഇരട്ട പേര് വിളിച്ചത് എനിക്ക് ഓർമ്മ വന്നത്. പ്രിയരെ, അങ്ങനെ എന്തുമാത്രം കാര്യങ്ങൾ എനിക്ക് ഓർമ്മ വന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വ്യാപരിക്കുമ്പോൾ മറഞ്ഞു കിടക്കുന്നത് ഓർമ്മ വരും. അതേ പരിശുദ്ധാത്മാവ് ഇന്നും കൃപയാൽ ദൈവമക്കൾ ഒരുമിച്ച് കൂടുമ്പോൾ നമ്മുടെ മധ്യത്തിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. അത് വ്യാപരിക്കുമ്പോൾ ആ പരിശുദ്ധാത്മാവിന് ഹൃദയത്തിൽ ചില ഓർമ്മകൾ വരുമ്പോൾ നിങ്ങളത് തട്ടിക്കളയല്ലേ. അയ്യോ എനിക്ക് കേൾക്കണ്ട എന്ന് പറഞ്ഞ് ഇരിക്കല്ലേ. എൻ്റെ യേശുവേ, എന്താണ് ഇപ്പോൾ ആത്മാവിനോട് പറയുന്നത്? എൻ്റെ ദൈവത്തിന് സ്തോത്രം. പഴയ കാര്യങ്ങൾ ഓർമ്മ തരുമ്പോൾ വേഗം അത് മനസ്സിൽ കുറിച്ച് വെച്ചുകൊള്ളണം. എന്നിട്ട് തന്നെത്താനെ പോയിരുന്ന് ജീവിതത്തിൽ വന്നതും ഓർമ്മയുള്ള കാലത്ത് വന്നതും എല്ലാം കണ്ടെത്തി ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് തിരുത്തി ക്ഷമ പ്രാപിക്കാനുള്ള തീരുമാനം നിങ്ങൾ എടുത്തേ പറ്റൂ. പ്രിയപ്പെട്ടവരെ, ഞങ്ങൾക്ക് ആ ഒരു ഓർമ്മ കിട്ടി. അതുകൊണ്ട് തീരുന്നുണ്ടോ? ഇന്നും ആ ഓർമ്മകൾ വരുന്നു. എൻ്റെ കർത്താവിന് സ്തോത്രം. ഇന്ന് വരുന്നത് എന്താണ്? പണ്ട് ഞാൻ പുകവലിച്ചിട്ടുണ്ട്, ചീട്ട് കളിച്ചിട്ടുണ്ട്, കാതിൽ മച്ചിങ്ങ കൊണ്ടിട്ട് നടന്നിട്ടുണ്ട്. അതല്ല, ഇന്ന് വരുന്ന ഓർമ്മ എന്താണ്? എൻ്റെ ദൈവമേ, എവിടെയാണ് ഈ ഒരു പച്ച ജഡമാണല്ലോ. ഈ ജഡത്തിൽ എന്തെങ്കിലും വ്യഗ്രതകൾ
ഇടപാടുകൾ വരുന്നുണ്ടോ? ഞാൻ ഈ കൂട്ടായ്മയിൽ വചനം പറയുന്ന ആളാണ്, വചനം പറയാൻ എനിക്ക് വ്യഗ്രത വരുന്നുണ്ടോ? എൻ്റെ പ്രിയരെ, മനുഷ്യരുടെ മാനം ഞാൻ ആഗ്രഹിക്കുന്നുണ്ടോ? എവിടെയെങ്കിലും സ്ഥാനം ഞാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഞാൻ ആൾ കൊള്ളാമെന്നൊരു തോന്നൽ എനിക്ക് വരുന്നുണ്ടോ? എൻ്റെ പ്രിയപ്പെട്ടവരെ, അല്ല, എൻ്റെ പ്രസംഗത്തിൽ കൃപ വരുന്നില്ല, അല്ലെങ്കിൽ പ്രാർത്ഥനയിൽ കൃപ വരുന്നില്ല. അത് മനസ്സിലാകാതെ എൻ്റെ ദൈവമേ, ഞാനൊരു ജഡികമായ അവസ്ഥയിലായി പോകുന്ന ഒരവസ്ഥയുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഒരിക്കലും അങ്ങനെ വരരുത്. അതിനാണ് കൂട്ടായ്മ എന്ന് പറയുന്നത്. ഞാൻ പണ്ട് കേട്ട പതിനൊക്കെ കേട്ടിരുന്നോളാം, ഞാൻ യൂട്യൂബിലൂടെ കേട്ടുകൊള്ളാം എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. പക്ഷേ കൂട്ടായ്മയില്ലാതെ പറ്റില്ല പ്രിയപ്പെട്ടവരെ. കൂട്ടായി ഇരിക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവിൻ്റെ തീ വന്ന് കത്തുന്നത്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ജീവനുള്ള ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കുന്ന ദൈവമക്കളെ എന്നിട്ട് സാക്ഷ്യം പറയുമ്പോഴാണ് നമ്മുടെ ഉള്ളം കത്താൻ തുടങ്ങുന്നത്. എൻ്റെ ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെട്ടിട്ട് തീർന്നു. ആ സ്നേഹം വ്യാപരിക്കുമ്പോൾ മാത്രമല്ല, കൂട്ടായ്മയിൽ എന്നുമുണ്ട്, ഏത് കാലത്തും ഒരു ദൈവ പൈതലിന് ആത്മാർത്ഥമായി നമ്മെ മുൻവിധിക്കാത്ത, ഉള്ളതുപോലെ പറഞ്ഞു തരുന്ന ഒരു ആത്മാർത്ഥ സ്നേഹിതൻ ക്രിസ്തീയ കോളത്തിൽ ഉണ്ടായിരിക്കണം. ഒരു ദൈവ പൈതലുണ്ടായിരിക്കണം. പ്രിയപ്പെട്ടവരെ, ഞാനൊരു പ്രസംഗം പറഞ്ഞു, ദൈവത്തിന് സ്തോത്രം, യൂട്യൂബിലൂടെ പോകുന്നുണ്ട്. പക്ഷേ എങ്കിലും കാര്യങ്ങളായിട്ട് പറയുകയാണ്. ഞാനൊരു പ്രസംഗം പറഞ്ഞു, ഞാനൊരു സാക്ഷ്യം പറഞ്ഞു. നിങ്ങൾക്ക് ഏറ്റവും അടുപ്പമുള്ള ഒരു വിശ്വാസമുള്ള ദൈവത്തിൽ ചോദിക്കാം, എനിക്ക് ഒരു ശരിയായും തോന്നുന്നില്ല, എന്തൊരു അപാകത പറ്റിയല്ലോ. തീർച്ചയായും ചോദിക്കണം. എൻ്റെ പ്രിയരെ, ദൈവത്തിന് സ്തോത്രം. അല്ല, നിങ്ങളുടെ സ്വന്തം ജീവിതത്തിലെ കാര്യങ്ങൾ, ജോലിസ്ഥലത്തെ കാര്യങ്ങൾ എല്ലാം തുറന്ന് ചോദിക്കാൻ ഇത് ഉള്ളിൽ മറച്ചു വയ്ക്കേണ്ട കാര്യമല്ല. എല്ലാം തുറന്ന് ചോദിക്കാൻ ഒരു സ്നേഹിതൻ ഉണ്ടായിരിക്കണം. ഞാൻ പറഞ്ഞു വന്നതെന്താണ്? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പാപത്തെക്കുറിച്ചും ഓർമ്മ തരുന്ന പരിശുദ്ധാത്മാവ് ഒരു കാര്യം കൃത്യമായി പറഞ്ഞു തരും. മകനെ, നിന്നെ നീതീകരിക്കുന്ന ഒരു ദൈവമുണ്ട്, നീതീകരണമുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല എന്നുള്ള സദ്വർത്തമാനമുണ്ട്. ഈ ആകാശത്തിൻ്റെ കീഴിൽ ഒരു മനുഷ്യന് ചെയ്യാകുന്ന ഏറ്റവും വലിയ പാതകം ചെയ്തയാളാണെങ്കിൽ പോലും യേശുക്രിസ്തുവിൻ്റെ സന്നിധിയിൽ വന്ന് മുട്ടുമടക്കി ഏറ്റു പറഞ്ഞാൽ, നീ നിൻ്റെ പാപത്തെയോർത്ത് അനുതപിക്കുമ്പോൾ അനുതാപത്തിൽ വരുന്നൊരു കാര്യമാണ് ഈ കൺമണി നിറഞ്ഞ് ഈ കണ്ണിൻ്റെ താഴെയിലൂടെ ചാലുപോലെ ഒഴുകി വരുന്ന ഒരു കണ്ണുനീര്. എൻ്റെ സഹോദരി സഹോദരന്മാരെ, ആ കണ്ണുനീര് കിട്ടിയിട്ടുള്ളവർ നഷ്ടപ്പെട്ട ആരെങ്കിലും ഈ വാക്കുകളെ കേൾക്കുന്നുണ്ടോ? ഇതുവരെയും കണ്ണുനീര് കിട്ടാത്തൊരു വാക്കുകളെ കേൾക്കുന്നുണ്ടോ? എൻ്റെ പ്രിയരെ, നിങ്ങൾ ദൈവസന്നിധിയിൽ നിന്ന് പറയണം, എൻ്റെ യേശുവേ, ഞങ്ങളും പ്രാർത്ഥിക്കട്ടെ. നാം ചെയ്യുന്ന പാപം അത് ക്രൂശിൽ കിടക്കുന്ന യേശുവിൻ്റെ കരണത്തേക്ക് യെരുശലേമിന്റെ തെരുവീതിയിലൂടെ പോയപ്പോൾ റോമൻ പടയാളികൾ ഇങ്ങോട്ടൊന്നടിച്ചു, ചാട്ടവാർ കൊണ്ട് അടിച്ചു. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്കൊന്നും മനസ്സിലായിട്ടില്ല. എന്തിനാണ് ആ അടികൾ? ആരാണ് യേശുവിനെ അടിച്ചത്? ആരാണ് യേശുവിനെ മുറിവേൽപ്പിച്ചത്? ആരാണ് യേശുവിനെ ക്രൂശിച്ചത്? ആരാണ് യേശുവിൻ്റെ നാമത്തെ ദുഷിച്ചത്? നിങ്ങൾ നിമിത്തം ജാതികളുടെ ഇടയിൽ എൻ്റെ നാമം ദുഷിക്കപ്പെടുന്നു എന്ന് തിരുവചനം പറയുന്നുവെങ്കിൽ, ദൈവനാമം വിളിക്കപ്പെട്ട കൂട്ടായ്മയിലെ പ്രിയപ്പെട്ട ദൈവജനമേ, നിങ്ങൾ നിമിത്തം, നിങ്ങളുടെ വാക്ക് നിമിത്തം, നിങ്ങളുടെ നോട്ടം നിമിത്തം, നിങ്ങളുടെ പെരുമാറ്റം നിമിത്തം എവിടെയെങ്കിലും യേശുവിൻ്റെ നാമം ദുഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി തിരുത്തിക്കൊള്ളണം. കർത്താവേ, വിശ്വാസി എന്ന് പറയുന്ന ഞാനിതാണ് യേശുവിനെ ക്രൂശിച്ചതെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് മടങ്ങി വന്നാൽ ഇന്ന് കഴുകും. കർത്താവെല്ലാം മാറ്റി തരുന്ന ഒരു ദിവസമാണ്. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് വലിയ മഹത്വപ്പെടട്ടെ. ഇല്ലെങ്കിലോ ഭയാനകമായ ന്യായവിധിയിലേക്ക് പോകേണ്ടി വരും. ഭയാനകമായ ന്യായവിധി. അവിടെ ആർക്ക് നിൽക്കാൻ സാധിക്കും? ഒരു മനുഷ്യനും നിൽക്കാൻ സാധിക്കില്ല. എൻ്റെ ദൈവത്തിന് സ്തോത്രം. നമ്മൾ എത്രയോ പ്രാവശ്യം കേട്ടു, നമ്മുടെ കൂട്ടായ്മയിൽ വന്നു, ഇതാ പിന്നത്തെ ഞായറാഴ്ച ആളില്ല. ഭാഗ്യവശാൽ കർത്താവ് കഴുകുന്നു. ദൈവത്തിന് സ്തോത്രം. ഇന്നും കർത്താവ് നമ്മെ കഴുകണം. കർത്താവിന് സ്തോത്രം. ഇന്നും കർത്താവ് നമ്മെ വെടിപ്പാക്കണം. യാക്കോബിരുന്ന് കരഞ്ഞു, എൻ്റെ സ്വന്തം ഭവനത്തിന് വേണ്ടി ഞാൻ ഇനി എപ്പോൾ കരുതുമെന്ന് പറഞ്ഞുകൊണ്ട് യാക്കോബിരുന്ന് വിതിമ്പി കരഞ്ഞു. പ്രിയപ്പെട്ടവരെ, അവിടെ ഫേലിക്സ് രാജാവ് ദൈവത്തിന് തിരുവചനം കേട്ട് കഴിഞ്ഞപ്പോൾ അവൻ ഭയപരവശനായി. പക്ഷേ അവൻ പറഞ്ഞു, തൽക്കാലം പൊക്കോ, ഇനി സൗകര്യമുള്ളപ്പോൾ നിന്നെ വിളിപ്പിക്കാം എന്ന്. ഇനി ഈ കൂട്ടായ്മയിലേക്ക് പോകണ്ട. എന്തൊരു ബുദ്ധിമുട്ട്! എന്തൊക്കെയാണ് ഈ പറയുന്നത്? സിനിമ കാണുന്നതിനെ പറ്റി പറയുന്നു, അല്ല വേണ്ടാത്ത വാക്കുകൾ പറയുന്നതിനെ പറ്റി പറയുന്നു, അകൽച്ച പാടില്ല എന്ന് പറയുന്നു, പിണക്കം പാടില്ല എന്ന് പറയുന്നു, സ്വന്തം ഒരമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് വീണ സഹോദരങ്ങൾ തമ്മിൽ ഒരു പരമാണുവിൽ പോലും അകൽച്ച പാടില്ല എന്ന് പറയുന്നു, മേലുദ്യോഗസ്ഥനെ ബഹുമാനിക്കണം എന്ന് പറയുന്നു. എന്തൊക്കെയാണ് ഈ പറയുന്നത്? എന്നാൽ പിന്നെ ഇത് കേൾക്കാൻ പോകണ്ട. പ്രിയപ്പെട്ടവർ, എന്തുകൊണ്ടാണ് ഞങ്ങൾ പല വള്ളികളും
പ്രസംഗിക്കാൻ പോകാറുണ്ട്. പക്ഷേ രണ്ടാമത് വിളിക്കാത്ത എന്തുകൊണ്ടാണ്? അവർക്ക് കേൾക്കാൻ താല്പര്യമില്ല. കേൾക്കാതിരുന്നാൽ മതിയല്ലോ. പക്ഷേ നാം പ്രാർത്ഥിക്കണം, കർത്താവേ എനിക്ക് എന്നും കേൾക്കണം, എന്നും ആത്മാവിൻ്റെ വചനം കേൾക്കണം, എന്നും പരിശുദ്ധാത്മാവിൻ്റെ വചനം കേൾക്കണം. പരിശുദ്ധാത്മാവ് എൻ്റെ അരികിൽ വന്നു നിന്ന് വാളുകൊണ്ട് വെട്ടും പോലെ, ചൂരൽ വടി കൊണ്ട് അടിക്കുന്നത് പോലെ എന്നെ ഇരുത്തി തലങ്ങും വിലങ്ങും അടിച്ച് ഈ പച്ച ജഡത്തിലെ പഴുപ്പും ചീഞ്ചലും എല്ലാം പുറത്തേക്ക് പോയിട്ട് കർത്താവേ എനിക്കൊരു തനി തങ്കമായി മാറണം. യേശുവേ, അതിനായി ഞാനിതാ വരുന്നു, എന്നെ സ്വീകരിക്കണമേ എന്ന് നിങ്ങളാരെല്ലാം പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഇനി ഞാൻ എൻ്റെ സ്വന്തം ഭവനത്തിന് വേണ്ടി എപ്പോൾ കരുതുമെന്ന് പറഞ്ഞുകൊണ്ട് യാക്കോബ് ഇരുന്ന് വിതുമ്പി കരഞ്ഞപ്പോൾ നിത്യനായ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നൂറ്റാണ്ടുകൾക്ക് ശേഷം അപ്പോസ്തലനായ പത്രോസിന്റെ നാവിലൂടെ മറുപടി പറഞ്ഞു, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേലിട്ടുകൊള്ളുവീൻ. കണ്ണുകളടയ്ക്കാം, തലകൾ വണക്കാം, എല്ലാം ഇടാൻ തക്കവണ്ണം ഏത് അഴുക്കും പ്രിയപ്പെട്ടവരെ, ഏത് വിഴുപ്പും, ഏത് ചീഞ്ഞതും, ഏത് ചീത്തയായി പോയതും എല്ലാം ഇടുവാൻ തക്കവണ്ണം എൻ്റെ പ്രിയപ്പെട്ടവരെ അവനെ വിട്ടുകൊടുക്കുവാൻ പിതാവാൻ ദൈവത്തിന് പ്രസാദമായി. പിതാവാൻ ദൈവമേ, നിനക്ക് പ്രസാദം തോന്നിയപ്പോൾ ഈ പാപിയായി ഞങ്ങളെ നീ ഓർത്തല്ലോ. കർത്താവേ, ഞങ്ങളുടെ പേര് നീ ഓർത്തല്ലോ, ഞങ്ങളെ രക്ഷിക്കാൻ നീ കണ്ടുവല്ലോ, അതുകൊണ്ട് ഞങ്ങളെ വചനത്തുമ്പിൽ എത്തിച്ചല്ലോ. യേശുവേ, ഞങ്ങളുടെ പാപം ക്രൂശിൽ കിടക്കുന്നത് ഞങ്ങൾ കാണാൻ ഞങ്ങളുടെ ഹൃദയത്തിന് ഭാഗ്യം തന്നുവല്ലോ. ആ യേശുവിനെ വിളിച്ചപേക്ഷിക്കാൻ കൃപ തന്നുവല്ലോ, യേശുവിനെ സ്വീകരിക്കാൻ കൃപ തന്നുവല്ലോ. പ്രിയപ്പെട്ടവരെ, ഇന്ന് വീണ്ടും ആ കൃപ നമ്മുടെ അരികിൽ വന്ന് നിൽക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ നിത്യത യേശു കരുതിക്കൊള്ളും. പ്രിയരെ, എൻ്റെ കയ്യിൽ നിന്ന് ഇവയെ പിടിച്ചു പറിപ്പാൻ ആർക്കും കഴിയില്ല എന്നാണ് കർത്താവ് പറഞ്ഞത്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രി യേശുവിൻ്റെ കരത്തിൽ ജീവിതം കൊടുത്താൽ ഗ്യാരണ്ടീഡാണ്, ക്രിസ്തുവാണ് കരത്തിൽ പിടിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ആ വിശ്വാസമുണ്ടെങ്കിൽ കർത്താവ് നിങ്ങളുടെ കരത്തിൽ പിടിക്കും. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ കരത്തിൽ പിടിച്ചാൽ നിങ്ങൾ ഈ ലോകത്ത് വേദനിക്കുന്ന അനേകം വിഷയങ്ങളുണ്ട്, നമ്മൾ വേദനിക്കുന്ന അനേകം വിഷയങ്ങളുണ്ട്, ഉള്ളം നീറുന്ന അനേകം വിഷയങ്ങളുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, നാം ഒരു കുടുംബമാണ്, ഒരു കൂട്ടായ്മയാണ്. യേശു നമ്മുടെ കാര്യം നോക്കിക്കൊള്ളും, അത് ഉറപ്പാണ്. ദൈവത്തിന് സ്തോത്രം. നമുക്ക് വേണ്ടതൊന്നു മാത്രമേ ഉള്ളൂ. യേശുവേ, ഇന്ന് ഞാൻ നിൻ്റെ മേലേക്ക് മാത്രം ഇട്ടതാണ് കർത്താവേ. ഇന്ന് രാത്രി എൻ്റെ കയ്യിൽ തരാൻ ഒന്നുമില്ല, ആജമില്ല, ആടില്ല, ചങ്ങാലിയില്ല, കുറുപ്രാവിൻ കുഞ്ഞുങ്ങളുമില്ല. എന്നാൽ ശീമോന്റെ ഭവനത്തിൽ വന്ന പാപിനി സ്ത്രീ പോലെ ഇരുതുള്ളി കണ്ണുനീരുമായി ഞാൻ യേശുവേ നിന്റെ പാദപീഠത്തിലേക്ക് വരുന്നു. ഞാൻ ആ പാദപീഠത്തിൽ വീഴുന്നു. യേശുവേ, എൻ്റെ കണ്ണുനീര് വീഴപ്പോൾ നിന്റെ തിരുരക്തം വന്ന് എന്നെ കഴുകുന്നു. ഹല്ലേലൂയ. ആ തിരുരക്തം എന്നെ കഴുകിക്കൊണ്ടിരിക്കുന്നു. എൻ്റെ യേശുവേ, ഞാൻ ആ കാൽപാദം കെട്ടിപ്പിടിക്കുന്നു. അവൻ എന്നെ നോക്കി പുഞ്ചിരിയിടുന്നു. ആ പുഞ്ചിരി കണ്ടപ്പോൾ ഞാൻ ഹൃദയം മറന്ന് ഞാൻ വിളിച്ചുപോയി, യേശുവേ, എൻ്റെ അപ്പാ, എൻ്റെ നല്ല ദൈവമേ എന്ന് ഞാൻ ഉറക്കെ വിളിക്കുന്നു. ആര് വിളിക്കുന്നുണ്ട്? വിളിക്കുന്നവർക്ക് വേണ്ടി വേണമെങ്കിൽ കരങ്ങളെ ഉയർത്തി വിളിക്കാം. യേശുവേ, എൻ്റെ നല്ല ദൈവമേ, എൻ്റെ പ്രിയപ്പെട്ട യേശുവേ, നല്ലവനായ കർത്താവേ, ഇന്നു മുതൽ ഞാൻ നിൻ്റെ വക. യേശുവേ, ഇന്നു മുതൽ ഞാൻ നിൻ്റെ വക. എൻ്റെ യേശുവേ, ഇന്നു മുതൽ ഞാൻ നിൻ്റെ വക. കരങ്ങൾ താഴ്ത്തിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹം നിറഞ്ഞ ദൈവമേ, കരുണയുള്ള കർത്താവേ, ഈ നല്ല ദിവസത്തിനായി ഞങ്ങൾ സ്തുതിക്കുന്നു. എൻ്റെ യേശുവേ, നാം ഇവിടെ ഇരിക്കുന്നത് നല്ലത് എന്ന് അന്ന് അപ്പോസ്തലൻ പറഞ്ഞതുപോലെ കർത്താവേ, ദൈവസ്നേഹത്തിൻ്റെ മധ്യത്തിലിരിക്കുന്നത് എത്രയോ സന്തോഷമാണ്. കർത്താവേ, എൻ്റെ നല്ല ദൈവമേ, എന്ന് വന്നിരിക്കുന്ന എല്ലാവരെയും മേലും അവിടുത്തെ കൃപ സ്നേഹം പകർന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവേ, ഞങ്ങൾ ആ പാദപീഠത്തിലേക്ക് വീഴുന്നു, ഞങ്ങൾ കുരിശിൻ്റെ മുറയിൽ മറയുന്നു. ഇനി ഞങ്ങൾ കൂടി കാണും വരെ അവിടുത്തെ കൃപയിൽ ഞങ്ങളെ മറയ്ക്കണമേ. എല്ലാ നന്മകളാലും അനുഗ്രഹിക്കണമേ. ഇതുവരെയും തന്ന എല്ലാ നന്മകൾക്കായി സ്തോത്രം. എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ തന്നെ ആമേൻ.